ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ വിലയേറിയ സന്നിധിയിൽ ചേർന്ന് വരുവാനായിട്ട് ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് സന്തോഷിക്കാം, ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം 1 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തെ അധികരിക്കുന്ന ആത്മീക പാഠങ്ങളാണല്ലോ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നുകൊണ്ടിരുന്നത്. നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ളതായ സത്യം നാം ആ ബന്ധത്തിൽ സാമാന്യം വിശദമായിട്ട് ചിന്തിക്കുകയായിരുന്നു. എന്തെല്ലാം പദവികളിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതും നാം അവിടെ ഓർക്കാൻ ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ഒടുവിൽ ആ വാക്യത്തിൻ്റെ 2-ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരുന്നു. നാം എന്തിനായി വിളിക്കപ്പെടുന്നു എന്നുള്ളതായ ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ ലളിതമായി നമുക്ക് ആ വാക്യത്തിൽ നിന്ന് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. നമ്മെ വിളിച്ച കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിനു വേണ്ടിയാണ് നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിക്കപ്പെട്ടത്. വിളിക്കപ്പെട്ട നമുക്ക് ലഭിച്ചിട്ടുള്ള പദവികളെ തിരിച്ചറിഞ്ഞ് ആ പദവികൾക്ക് അനുസൃതമായി ജീവിക്കാനുള്ള ആവശ്യകതയുണ്ട്, അത് വിസ്മരിക്കുന്നില്ല. എന്നാൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ടതായ ഉദ്ദേശ്യം നമ്മെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന് വേണ്ടിയാണ്. അതിൽ 1-2 വാചകങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഞാൻ ഉപസംഹരിക്കുവാനിടയായിട്ട് തീർന്നത്. അത് നമുക്ക് വളരെ പരിചയമുള്ളതായ കാര്യങ്ങളുമാണ്. നമ്മുടെ കർത്താവ് സൽഗുണപൂർണനാണ് എന്ന് ഈ പ്രസംഗത്തിൽ തന്നെ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം നമുക്ക് ഏറെ പരിചയമുള്ള വാക്യമാണിത്. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യത്തിലും ഈ സത്യം വളരെ മനോഹരമായി നമ്മുടെ വിഷയബന്ധത്തിൽ ദൈവത്തിൻ്റെ ദാസൻ എടുത്ത് പറയുന്നുണ്ട്. ആ വാക്യം അറിയാവുന്നതാണെങ്കിൽ നമുക്കൊന്ന് വായിച്ചു പോകാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അപ്പോൾ അവിടെ എത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്, ദൈവം വെളിച്ചമാകുന്നു. അടുത്ത വാക്ക് വളരെ മനോഹരമായ ഒരു വാചകമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. നമ്മുടെ കർത്താവിൻ്റെ ആളത്വത്തിൻ്റെ മഹത്വം നമ്മൾ അവിടെ ഉൾക്കൊള്ളുകയാണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് 7-ാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ മഹത്വം നമ്മൾ ആ വാക്യത്തിൽ കാണുമ്പോൾ തന്നെ ആ മഹത്വം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടതിനു വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതായ അനുഗ്രഹീതമായ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. ഇതുപോലെയുള്ളൊരു വാക്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒടുവിൽ ഓർക്കാൻ ഇടയായിട്ട് തീർന്നിരുന്നു. ആ വാക്യം ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം നമ്മൾ ചിന്തിച്ചായിരുന്നു. അവിടെ ശക്തമായൊരു പ്രബോധനം ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ദൈവദാസൻ നൽകുകയാണ്. ആ പ്രബോധനം ഇതാണല്ലോ, സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ. അപ്പോൾ ഇവിടെയെല്ലാം നമ്മുടെ ജീവിതവും നാം ചെയ്യേണ്ട ശുശ്രൂഷയുടെ പ്രത്യേകതയും എത്രയോ മനോഹരമായിട്ടാണ് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട, ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സത്യം,
പ്രിയപ്പെട്ടവരെ, നമുക്ക് അവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കാം. സൽഗുണങ്ങളെ വാഗൊണ്ട് ഘോഷിക്കുക മാത്രമല്ല, പിന്നെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ഗുരുനാഥന്റെ സൽഗുണങ്ങളെ വെളിപ്പെടുത്തി സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കട്ടെ. കഴിഞ്ഞ നാളിൽ നമ്മൾ വളരെ വിശദമായി ചിന്തിച്ച ഒരു വാക്യം ഇവിടെ ഒന്ന് ചേർത്ത് പറയുന്നത് നന്നായിരിക്കും. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മെ എന്തിനാണ് കർത്താവ് സുവിശേഷ ഘോഷണത്താൽ രക്ഷയ്ക്ക് വിളിച്ചത് എന്ന് അവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന് വായിച്ചാൽ മതി, വിശദാംശങ്ങൾ നമുക്കറിയാം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. അപ്പോൾ അവിടെ നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. ആ വാക്യത്തിൽ നമ്മൾ വളരെ വിശദമായിട്ട് ഒത്തിരി സത്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. 3 വാചകങ്ങൾ ഞാനൊന്ന് എടുത്തു പറയുകയാണ്. സുവിശേഷ ഘോഷണം എത്രയോ മഹത്തരമായിട്ടുള്ളതായൊരു കാര്യമാണ്. സുവിശേഷ ഘോഷണം അതിനാൽ സാധിക്കുന്നതായ കാര്യം നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുക. നമ്മൾ ചിന്തിച്ചു വന്ന വാക്യത്തിന് പ്രകാരം പറഞ്ഞാൽ അന്ധകാരത്തിൽ കിടക്കുന്ന ആളുകളെ സുവിശേഷ ഘോഷണത്താൽ വിളിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. സുവിശേഷ ഘോഷണം നരകത്തിലേക്ക് പോകുന്നൊരു പാപിയെ സ്വർഗാവകാശി ആക്കി തീർക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയുടെ മഹത്വം ഉൾക്കൊണ്ട് അത് നിർവഹിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. പിന്നെ ആ വാക്യത്തിൽ നമ്മൾ ഓർത്തിട്ടൊരു കാര്യമാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം അവിടെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അതാണ് ഇതുവരെ നമ്മൾ പറയാനിടയായിട്ട് തീർന്നത്. 3-ാമതൊരു കുറിപ്പ് കൂടി പരിചയമുള്ളത് പറയുന്നു. ഒരാൾ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിച്ച് ജീവിക്കുന്നതിൻ്റെ മഹത്വം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ സംക്ഷേപിക്കട്ടെ, നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ ആ സൽഗുണങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ വലിയ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതിന് ദൈവാത്മാവ് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ സൽഗുണങ്ങളെ ഘോഷിക്കാനുള്ളവരാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം സൂക്ഷിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇവിടെ നമ്മുടെ കർത്താവിൻ്റെ സൽഗുണങ്ങൾ എല്ലാം നമുക്ക് ഓർക്കാവുന്നതാണ്, വേണമെങ്കിൽ വിശദമായിട്ട് ചിന്തിക്കാവുന്നതുമാണ്. എങ്കിലും നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ സാധാരണ പറയുന്ന ചില സൽഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാതെ സുവിശേഷം പറയാനായിട്ട് സാധിക്കുകയില്ല. തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയച്ച സ്നേഹം, ആ പുത്രനെ ക്രൂശിൽ മരണത്തിനു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തതായ സ്നേഹം, ഇത് പറയാതെ സുവിശേഷം പറയാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സ്നേഹത്തെ പ്രഘോഷിക്കുന്ന നമുക്ക് ആ സ്നേഹത്തിന്റെ സൽഗുണത്താൽ നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കാനായിട്ട് സാധിക്കട്ടെ. ദീർഘക്ഷമ നമ്മുടെ കർത്താവിൻ്റെ സൽഗുണമാണ്. അവിടെ ഒരു വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം എന്ന് കരുതുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 5 കൂട്ടം കാര്യങ്ങൾ ധരിക്കാനായിട്ട് അവിടെ പറയുന്നുണ്ട്. അതിൽ ദീർഘക്ഷമയും ഉണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചു മാത്രം പോകാം. 3-ാം അധ്യായത്തിന്റെ 12-13 വാക്യം. അതുകൊണ്ട് ദൈവത്തിന്റെ വൃതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ മടുപ്പുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യും.
കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യും. അവിടെ ആ ലിസ്റ്റിൽ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിലും പിന്നെ ആ വാക്യത്തിൽ വിശദീകരണം നൽകുന്നത് ദീർഘക്ഷമയുള്ള ബന്ധത്തിലാണ്. അത് നമുക്ക് നല്ല പരിചയമുള്ള വാക്യമാണ്. അത് ഞാനിവിടെ ഒത്തിരി വിശദീകരിക്കേണ്ട എന്ന് വിചാരിക്കുന്നു. നാം ദൈവമക്കളാണെങ്കിലും വഴക്കും പിണക്കവും ഒക്കെ ഉണ്ടായി പോകുന്നതിനുള്ളതായ സാധ്യതയുണ്ട്. അത് നമ്മൾ ഓർക്കുന്നത് സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ അതിലൊന്നും അകപ്പെട്ടു പോകാതിരിക്കാനായിട്ട് നമുക്ക് വളരെ സൂക്ഷ്മതയോടെ ജീവിക്കാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ വിഷയം ഒന്ന് പറഞ്ഞോട്ടെ. അവിടെ ഞാൻ ദീർഘക്ഷമ ധരിച്ചാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ വഴക്കിലും പിണക്കത്തിലും ഉൾപ്പെടാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ സൗമ്യതയുള്ള ഒരാളാണെങ്കിൽ എന്നോട് വഴക്കുണ്ടാക്കാൻ തന്നെ പ്രയാസമായിരിക്കും. അത് ഒരു ലളിതമായ സത്യമാണ്. വേദപുസ്തകത്തിലെ ഒരു അധ്യായത്തിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്കൊന്ന് ന്യായീകരിക്കാമോ? സൗമ്യത ധരിച്ചാൽ ആളോട് വഴക്കുണ്ടാക്കാൻ പ്രയാസമായിരിക്കും. സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ മനോഹരമായ തെളിവാണ്. ഭൂതലത്തിലുള്ള സകല മനുഷ്യനും അതിസൗമ്യനായിരുന്ന മോശ തൻ്റെ മൂത്ത സഹോദരനും സഹോദരിയും തന്നെ പ്രകോപിപ്പിക്കാവുന്ന വളരെ ഗൗരവതരമായ ആരോപണങ്ങൾ തനിക്കെതിരെ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ മോശ അവിടെ എന്തൊരു വലിയ ജയാളിയാണ്. ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ മോശ തന്റെ ജീവിതത്തെ സൂക്ഷിച്ചു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ധരിച്ച് ജീവിക്കുക എന്നുള്ളത് എത്രയോ മനോഹരമായിട്ടുള്ളതായൊരു സാക്ഷ്യമാണ്. അത് സൂക്ഷിക്കാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമുക്ക് അവന്റെ ഈ സൽഗുണങ്ങളെ ഘോഷിക്കാം. ഈ സൽഗുണങ്ങൾ ഉള്ളവരായിട്ട് ആ സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സുവിശേഷം നമ്മൾ അറിയിക്കുമ്പോൾ വേറൊരു സൽഗുണം ധാരാളം നമ്മൾ പറയാറുണ്ട്. വിശുദ്ധി നമ്മുടെ ഗുരുനാഥന്റെ സൽഗുണമാണ്. വിശുദ്ധി ഗുരുനാഥന്റെ സൽഗുണമാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കുമ്പോൾ എല്ലാ പാപങ്ങൾക്കും കഴുകൽ ലഭിക്കുന്നു, ശുദ്ധീകരണം ലഭിക്കുന്നു എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം എത്ര മനോഹരമായിട്ടുള്ളതായൊരു സന്ദേശമാണ്. നമ്മളൊരു പാട്ടിൻ്റെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കാറുണ്ട്, കർത്താവിനെ നമ്മൾ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചപ്പോൾ നമ്മെ കർത്താവ് പൂർണ്ണ വിശുദ്ധരായിട്ടാണ് തീർത്തത്, പൂർണ്ണ വിശുദ്ധരാക്കുകയാണ് തീർത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ നന്ദിയോടുകൂടി ആ ഓർമ്മ എപ്പോഴും മനസ്സിൽ സൂക്ഷിച്ച് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് സഭാംഗങ്ങളെ പുതിയ നിയമത്തിൽ വിളിക്കുന്ന വളരെ മനോഹരമായൊരു പേരുണ്ട്, വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. നമ്മെ ആ പദവിയിലേക്ക് സുവിശേഷം ഉയർത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കർത്താവിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ തന്നെ, അത് ഘോഷിക്കുമ്പോൾ തന്നെ, നമ്മുടെ വിശുദ്ധ ജീവിതത്തിലൂടെ അതിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി നമ്മുടെ കർത്താവിൻ്റെ പ്രസംഗത്തിലെ അടുത്ത പ്രധാനപ്പെട്ടൊരു സത്യത്തിലേക്ക് നമ്മൾ കടക്കാം എന്ന് കരുതുകയാണ്. അവിടെ കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞിട്ട് വെളിച്ചം മറക്കരുത് എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യം നമ്മുടെ മനസ്സിൽ ഉണ്ടല്ലോ, വായിക്കണമെന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മത്തായി സുവിശേഷൻ അത് എഴുതുമ്പോൾ
വെളിച്ചം എവിടെ വെക്കരുതെന്നാണ് പറയുന്നത്? പറയും കീഴിൽ വെക്കരുത് എന്നുള്ളതായ കാര്യം പ്രത്യേകാൽ എടുത്ത് പറയുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പൊ നമ്മുടെ കർത്താവ്, നമ്മുടെ സൃഷ്ടിതാവായ കർത്താവ് ഈ പ്രസംഗം പറയുമ്പോൾ വെളിച്ചം പറയും കീഴിൽ വെക്കരുത് എന്ന് പ്രത്യേകിച്ച് പറഞ്ഞെങ്കിൽ അതിനകത്തൊരു സന്ദേശമുണ്ടല്ലോ. എന്താ സന്ദേശം? അങ്ങനെ പറയും കീഴ് വെച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, സാധാരണ ഒരാൾ വിളക്ക് കത്തിച്ച് അത് പറയും കീഴിൽ വെക്കുകയില്ല. അതങ്ങനെ വെക്കുന്ന ഒരു വിവരക്കേടായിട്ട് നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷെ കർത്താവ് പറയുകയാണ്, വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കാൻ പാടില്ല. അപ്പോൾ അവിടെ വളരെ മനോഹരമായിട്ടുള്ളൊരു സത്യം നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ബൈബിൾ കസ്റ്റംസ് ആൻഡ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ബൈബിൾ എഴുതപ്പെട്ട കാലഘട്ടത്തിൽ അവിടുത്തെ ഈ കസ്റ്റംസും മാനേഴ്സും ഒക്കെ എന്തായിരുന്നു എന്നുള്ളത് അതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകളുടെയൊക്കെ അർത്ഥം മനസ്സിലാകത്തക്കവണ്ണം ഒത്തിരി സഹായകരമായിട്ടുള്ളതായൊരു പുസ്തകമാണത്. ഈ പറ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അത് വലിയ പരിചയമുള്ള ഒന്നല്ല. ഇപ്പം എല്ലാം തൂക്കം ഒക്കെയാണല്ലോ മിക്കവാറും. എന്നാൽ നമ്മുടെ മനസ്സിലുമൊക്കെ നെല്ലൊക്കെ അളക്കുന്ന അതിൻ്റെ അളവ് ഇത്ര പറ നെല്ല് എന്നുള്ളതായ ആ വാക്ക് അല്പം പ്രായമുള്ളവരുടെ മനസ്സിലെങ്കിലും കാണുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പറ ഒരു ജീവിത വ്യാപാരത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഈ കാര്യം, നമ്മിൽ കർത്താവ് ഒരു വെളിച്ചം പകർന്നിട്ടുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അധ്വാനിച്ച് ഉപജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. നമ്മൾ വിശ്വാസികളായതുകൊണ്ട് ജോലിയൊന്നും ചെയ്യേണ്ട, അധ്വാനിക്കേണ്ട എന്നൊന്നും അതിന് അർത്ഥമില്ല. തെസ്സലോനിക്കയിൽ പൗലോസിന്റെ പ്രബോധനം നമുക്കറിയാവുന്നതാണ്. അധ്വാനിക്കാൻ മനസ്സില്ലെങ്കിൽ എന്തുകൂടെ ചെയ്തെന്ന് പറയാം, തിന്നുകയും വരുത് എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ, അധ്വാനിക്കണം. അധ്വാനിച്ച് ഉപജീവിക്കുന്നതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. അത് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ പിന്തലമുറ ഒത്തിരി അധ്വാനിക്കേണ്ട എന്നൊക്കെ വിചാരിച്ച് അവർക്ക് വേണ്ടി അധ്വാനിച്ച് സമ്പത്ത് വാരിക്കൂട്ടുകയൊക്കെ ചെയ്യുന്ന ആളുകളെ പലപ്പോഴും കാണാറുണ്ട്. അവരെ പിള്ളേരെങ്കിലുമൊക്കെ നന്നായി ജീവിച്ചോട്ടെ. ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ആണെങ്കിൽ വളരെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടുമൊക്കെയാണ് ജീവിച്ചത്. പിള്ളേരെങ്കിലും നന്നായി ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. ഈ യോഗത്തിന് ഒന്നവരാരും ആ ഗണത്തിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ളൊരു വിചാരം അനേകരെ ഭരിക്കാനുള്ളതായ സാധ്യതയുണ്ട്. ആ വിചാരം ശരിയായൊരു വിചാരമല്ല. കാരണം എല്ലാവരും അധ്വാനിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മുടെ അധ്വാനവും കർത്താവും നമ്മിൽ പകർന്ന് വെളിച്ചം മറയ്ക്കുന്നതാകരുത് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളെല്ലാവരും അധ്വാനിക്കാൻ കടപ്പെട്ടവരാണ്. അപ്പോൾ ഈ പ്രമാണം മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഞാനിതൊന്ന് ഒന്ന് ഇല്ലസ്ട്രേറ്റ് ചെയ്യാനായിട്ട് 44 വർഷം മുമ്പ് ഞാൻ കേട്ടതായ ഒരു സാക്ഷ്യം പറയുകയാണ്. അത്രയും ഇത് വിശദീകരിക്കാവുന്ന ഒരു കാര്യം പിന്നീട് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് കഴിഞ്ഞ അനേക വർഷങ്ങളായിട്ട് ഈ സത്യം വിശദീകരിക്കുമ്പോൾ ഞാൻ കേട്ട ആ സാക്ഷ്യം ഓർക്കാറുണ്ട്. 44 വർഷം മുമ്പ് ഒരു സഹോദരൻ, അത് പുതുതായിട്ട് സമുദായ പശ്ചാത്തലത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് 5 അക്ക ശമ്പളം ലഭിക്കുന്നൊരു ജോലി ഇന്ത്യയിൽ കിട്ടുവാനിടയായിട്ട് തീർന്നു. പക്ഷെ ആ ജോലി അദ്ദേഹം വേണ്ട എന്ന് തീരുമാനിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടോ. അപ്പോൾ വേണ്ടാന്ന് തീരുമാനിച്ചതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ ജോലി ഒരു ടുബാക്കോ കമ്പനിയിലുള്ളതായ
ജോലിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം തീരുമാനിച്ചു, കാര്യം വലിയ ശമ്പളമൊക്കെ ആണെങ്കിലും ഈ ജോലി ദൈവമകനായ ഞാൻ ചെയ്യുന്നത് ഉചിതമല്ല എന്ന് തീരുമാനിച്ച് അത് വേണ്ട എന്ന് തീരുമാനിച്ചു. പക്ഷെ ദൈവം അദ്ദേഹത്തെ ആദരിച്ചു. അതിനേക്കാൾ മെച്ചമായൊരു ജോലി ആ പട്ടണത്തിൽ തന്നെ തനിക്ക് കൊടുക്കുവാൻ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരൊറ്റ കാരണമേ ഉള്ളൂ. കർത്താവ് പകർന്ന വെളിച്ചം, ഞാനൊരു ദൈവമകൻ എന്ന നിലയിൽ ഈ ജോലി ഉചിതമല്ല എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നാം ചെയ്യുന്ന തൊഴിൽ നമ്മിൽ കർത്താവ് പകർന്നിട്ടുള്ള വെളിച്ചത്തെ മറയ്ക്കുന്നതായി തീരുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ഈ ഉൾക്കാഴ്ച നമ്മുടെ പിതാക്കന്മാർക്കൊക്കെ ലഭിച്ച നാളുകളിൽ, അന്ന് ഈ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന വിശ്വാസികൾ തങ്ങളുടെ കടയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുകയില്ല എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ സാക്ഷ്യം സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ളതായ ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോഴും ഇട്ടിട്ട് അങ്ങനെയുള്ള ആളുകൾ, ഈ അടുത്തിടെ അങ്ങനെ ഒരാളെ പരിചയപ്പെടേണ്ടതായിട്ട് തീർന്നു. അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അത് അദ്ദേഹത്തെ കണ്ടപ്പോൾ, ആ കടയിൽ ചെന്നപ്പോൾ അദ്ദേഹം പറയാനിടയായിട്ട് തീർന്നത് ഓർക്കുന്നു. ഏത് കാലത്തും നല്ല മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന ദൈവമക്കളുണ്ട് എന്നുള്ളത് നമുക്കിവിടെ വളരെ സന്തോഷത്തോടു കൂടി ഓർക്കാനായിട്ട് സാധിക്കേണ്ടുന്നതായ കാര്യമാണ്. എൻ്റെ ബാല്യകാലത്തിലുമൊക്കെ ധാരാളം ആളുകൾ തങ്ങളുടെ പുരയിടത്തിലുള്ളതായ തെങ്ങും പനയും ഒക്കെ ചെത്താനൊക്കെ കൊടുത്ത് അതൊരു വരുമാന മാർഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ, എത്രയോ വിശ്വാസികൾ ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പോഴും ഈ വരുമാനം വേണ്ട എന്ന് തീരുമാനിച്ച് നല്ല സാക്ഷ്യം സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, കർത്താവ് പകർന്ന വെളിച്ചം ഭാഗികമായിട്ടെങ്കിലും മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ചില ജോലികൾ വേണ്ടെന്ന് തീരുമാനിക്കുമ്പോൾ, ചില ആദായങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ, നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ പ്രബോധനത്തോട് നമ്മൾ വിശ്വസ്തരാകുകയാണ്. വിളക്ക് കത്തിച്ച് പറയും കീഴിൽ വെക്കരുത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പ്രമാണം വളരെ സൂക്ഷ്മതയോടെ പാലിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഈ വാക്യം അങ്ങനെ വിശദീകരിക്കുന്നതിന്റെ കാരണം, ഈ വാക്യം അനേക വിശ്വാസികളെ കഴിഞ്ഞ നാളുകളിൽ ഈ വിഷയത്തിൽ ഏറെ സഹായിക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച പ്രായോഗികമാക്കി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ വാക്യത്തിൽ ഈ ഒരു കാര്യമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, അവിടെ ലൂക്കോസ് സുവിശേഷകൻ ഈ കാര്യം രേഖപ്പെടുത്തുമ്പോൾ വേറെ 1-2 കാര്യങ്ങൾ കൂടി എടുത്ത് പറയുന്നതായി നാം കാണുന്നുണ്ട്. അതുകൊണ്ട് ആ വാക്യം നമ്മളൊന്ന് വായിച്ച് അതും കൂടെ ഈ ബന്ധത്തിലൊന്ന് ചേർത്ത് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പാത്രം കൊണ്ട് മൂടുകയോ കട്ടിൽ കീഴ് വയ്ക്കുകയോ ചെയ്യാതെ അകത്ത് വരുന്നവർ വെളിച്ചം കാണേണ്ടത് തട്ടിന്റെ അകത്ത് വയ്ക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായിട്ട് ഈ സത്യം ദൈവാത്മാവ് രേഖപ്പെടുത്തുകയാണ്. ഞാൻ ഈ പറയുന്ന വിശദീകരണം ഒറ്റ കേൾവിയിൽ ഉൾക്കൊള്ളാൻ കുറച്ച് വിഷമമുള്ള ഒരു കാര്യമാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതായ ആ പുസ്തകം ഈ വിഷയത്തിൽ വെളിച്ചം നൽകുന്നതായൊരു പുസ്തകമാണ്. ഈ ബൈബിൾ കാലഘട്ടത്തിൽ കട്ടിൽ അങ്ങനെ എല്ലാവരും ഉപയോഗിക്കുന്നൊന്നും ആയിരുന്നില്ല. പഴയതിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ പ്രമാണം നമ്മൾ പലപ്പോഴും കാണാറുണ്ട്.
ഒരുതരം വസ്ത്രമെന്നും പണയം വാങ്ങരുത് എന്ന് പ്രത്യേകിച്ച് നിബന്ധന ഇസ്രയേലിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം അവിടെ പറയുന്നുണ്ട്. രാത്രിയിൽ അവനത് പൊതിച്ച് ഉറങ്ങാനുള്ളതാണ്, അപ്പം അതുകൊണ്ട് അത് പണയം വാങ്ങരുത്. അപ്പോൾ ലളിതമായ ജീവിതത്തിൽ അങ്ങനെയുള്ള വളരെ ലളിതമായ സൗകര്യങ്ങളാണ് അന്ന് സാധാരണക്കാര് ഉപയോഗിച്ചിരുന്നത്. പുതിയ കാലഘട്ടത്തിലേക്ക് വരുമ്പോഴും അതിൻ്റെ സൂചനകൾ ഉണ്ട്. പൗലോസ് തിമോഥെയോസിനോട് കൊണ്ടുവരാൻ പറയുന്ന 3 കൂട്ടം കാര്യങ്ങളിൽ ഒന്നെന്താണ്? ഒരു ആ കാരാഗ്രഹവാസത്തിന്റെ തീവ്രത വെളിപ്പെടുത്തുന്നതായൊരു വാക്കാണ്. അതിനെക്കുറിച്ച് ഒരിക്കലും ദേവദാസൻ വിശദീകരിക്കുന്നത് കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ കണ്ണു നനഞ്ഞു പോയി. കാരണം എന്തോ ഒരു പ്രതികൂല സാഹചര്യത്തിലാണ് ആ ദൈവദാസൻ സുവിശേഷത്തിന് വേണ്ടി കാരാഗ്രഹവാസം അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ വലിയ തണുപ്പ്, അസ്വസ്ഥത, അതിൻ്റെ നടുവിൽ ആ പുതപ്പ് കൊണ്ടുവരാനായിട്ട് തിമോഥെയോസിന് എഴുതുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ഓർപ്പിക്കുന്നുമാണെങ്കിലും ഒരു വാക്ക് ഓർപ്പിക്കട്ടെ. ആ ദൈവദാസന്റെ ജീവിതത്തിന്റെ ലാളിത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ കട്ടില് വളരെ ആഡംബരത്തിൽ ജീവിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇന്ന് നമുക്കത് അങ്ങനെ ചിന്തിക്കാൻ പ്രയാസമാണ്. വളരെ വളരെ ലളിതമായ സാഹചര്യത്തിലുള്ള ആളുകളും കട്ടിൽ ഉപയോഗിക്കുക എന്നുള്ളത് കേവലം സാധാരണയായിട്ടൊരു കാര്യമായിട്ട് ഇരിക്കുകയാണ്. എങ്കിലൊരു ദൂത് ഞാനിവിടെ കൈമാറാനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളായ നാം ആഡംബര ജീവിതത്തിലേക്ക് വഴുതിപ്പോകുന്നത് നമ്മിൽ പകർന്നിട്ടുള്ള വെളിച്ചം മറഞ്ഞു പോകുന്നതിന് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. അതുകൊണ്ട് ഞാൻ 1-2 വാചകം ഓർപ്പിക്കുകയാണ്. ആഡംബരം അത് ആത്മീയ ഗോളത്തിൽ മാത്രമല്ല, മറ്റു ഗോളങ്ങളിലും ആഡംബരത്തിലുള്ളതായ ജീവിതം പൊതുവെ വിമർശിക്കപ്പെടുന്നതാണ് എന്നുള്ളതായ കാര്യവും നാം ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ദൈവമക്കൾ വളരെ ഗൗരവമായി കരുതേണ്ട ഒരു കാലമാണ്. കാരണം എത്രയോ ദൈവദാസന്മാരും പ്രസ്ഥാനങ്ങളും അവരെ ആഡംബര ജീവിതത്തിൽ അപമാനിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നു. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വളരെ വ്യാപകമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അവരേറെ ആക്ഷേപിക്കപ്പെടുന്ന അവർ സുവിശേഷത്താൽ ഉപജീവിക്കുന്ന ആളുകളായതുകൊണ്ട് കൂടിയാണ്. ഞാനിത് പറയുന്ന അവരുടെ കാര്യം മാത്രമല്ല, അവരെത്രയോ അധികം ഇതിൽ സൂക്ഷിക്കണം. അല്ല, ജോലി ചെയ്ത് സമ്പത്തുണ്ടാക്കി അങ്ങനെ ജീവിക്കുന്ന ദൈവമക്കളും ഈ കാര്യത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്താനുള്ളതായ വലിയ ആവശ്യകതയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അത് വളരെ ഗൗരവമായി ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ കേരള സ്കൂളിൽ നടന്ന, കേരളത്തിൽ നിന്നാണ് ഞാനത് പറയുന്നത്, സ്കൂളിൽ നടന്നതായ ഒരു ക്യാമ്പിൽ ഒരു ദൈവദാസൻ വചനം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഇല്ലസ്ട്രേഷൻ ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. പറഞ്ഞയാളെന്ന് നിശ്ചിതയിലാണ് ഇപ്പോൾ. പക്ഷെ അദ്ദേഹം ഒരു സംഭവം അന്ന് പറഞ്ഞത് കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു സഹോദരൻ 50,000 രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചില സഹോദരന്മാർ രാപാർക്കാനിടയായിട്ട് തീർന്നു. അപ്പം അവിടെ കിട്ടിയ സൗകര്യങ്ങൾ അവർക്കൊരു അതൃപ്തിയായിട്ട് തോന്നി. കാരണം ഇത്രയും ശമ്പളം വാങ്ങുന്ന ഒരാൾ ഇത്രമാത്രം അസൗകര്യങ്ങളുള്ള ക്രമീകരണങ്ങളാണല്ലോ ഒരുക്കിയത് എന്നുള്ളത് അവരെ വേദനിപ്പിച്ചു. ഇനി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എനിക്ക് തന്നെ അത് വിശ്വാസ്യമായി തോന്നിയില്ല. കാരണം അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം തോന്നി. ആ ദേവദാസൻ പറഞ്ഞ വാചകം ഞാൻ അതുപോലെ എടുത്തു പറയുകയാണ്. ഈ അതിർത്തി അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഞാൻ എനിക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ ദശാംശം കൊണ്ടാണ് ജീവിക്കുന്നത്. ബാക്കി പണം മുഴുവനും ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുകയാണ്. അടുത്ത് നിർത്താൻ പറ്റാത്ത ഒരാളായതുകൊണ്ടാണ്
ഞാൻ അത് അത്ഭുതത്തോട് വേണം അന്നും ഇന്നും ഓർക്കുവാൻ ഇടയായിട്ട് തീരുന്നു. അങ്ങനെയൊക്കെയുള്ള വീരന്മാർ ജീവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്രചോദനമായിട്ട് ഇരിക്കട്ടെ. 50,000 രൂപയുടെ ദശാംശം കൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ലളിതമായി ജീവിക്കേണ്ടതായിട്ട് വരും. പ്രിയപ്പെട്ടവരെ, അതിലുള്ള ആ ദൂത് ഉൾക്കൊള്ളുവാൻ ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഈ പണം ഉണ്ടെന്ന് കരുതി അതുകൊണ്ട് ആഡംബരമായി ജീവിക്കണമെന്നില്ല. ലളിതമായി ജീവിച്ച് നമ്മുടെ കർത്താവിൻ്റെ അനുകാരികളാണ് നാം എന്നുള്ളത് ഈ തലമുറയിൽ സാക്ഷ്യപ്പെടുത്തി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. സുബോധമില്ലാത്ത ആഡംബരത്തിന്റെ അതിപ്രസരമുള്ള ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മളിത് വളരെ സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസത്തെ ഒരു വീട്ടിൽ സുവിശേഷം പറയാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളല്ലേ വളരെ അത്ഭുതപ്പെടുത്താനിടയായിട്ട് തീർന്നു. വളരെ മനോഹരമായൊരു വീട്, പിന്നെ ഭംഗിയായിട്ട് മതിലൊക്കെ കെട്ടിത്തിരിച്ച് ഉണ്ടാക്കിയിട്ടുള്ളതായ ഒരു നീന്തൽക്കുളം. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള വീടുകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ വീടുകൾ ഇഷ്ടംപോലെ കാണുമായിരിക്കും കേട്ടോ, പക്ഷെ ഞാൻ അങ്ങനെ ഒത്തിരി കണ്ടിട്ടില്ല. അപ്പോൾ അതെനിക്ക് ഇത് ഒത്തിരി പണം മുടക്കിയിട്ടുണ്ടല്ലോ എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വരാനിടയായിട്ട് തീർന്നു. നമ്പർ പോലും കിട്ടാത്തതായ പുതിയ കാറ് ആ മുറ്റത്ത് കിടപ്പുണ്ട്. ആ വീട്ടിലെ പയ്യനെ ഞങ്ങൾ കണ്ടുള്ളൂ. ഞാൻ ആദ്യം വണ്ടിയുടെ വില അങ്ങനെ ചോദിക്കാറില്ല, പക്ഷേ ഈ വണ്ടിയുടെ വിലയൊക്കെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 24 ലക്ഷമാണ് റോഡിൽ ഇറങ്ങിയപ്പോൾ ചിലവായത്. ഇത്രയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയില്ല. ആ വീട്ടിലെ സഹോദരി, ഈ പയ്യൻ്റെ അമ്മ ഇസ്രയേലിൽ ഒരു കെയർടേക്കറായിട്ട് ജോലിയൊക്കെ പോയത്. ഞാൻ ഓർത്ത് എൻ്റെ ദൈവത്തിന് സുബോധമില്ലാത്തൊരു തലമുറ എന്നുള്ളതല്ല, എന്ത് പറയാനാണ്. കാരണം ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി ഭാര്യയെ വിദേശത്ത് ജോലിക്ക് വേണ്ടി വിട്ടിരിക്കുകയാണ്. എന്തോ ഒരു കാലഘട്ടത്തിലാണ് ജീവിത മൂല്യങ്ങൾ എവിടെയോ ചോർന്നു പോവുകയാണ്. മൂല്യങ്ങളെ കാണാനായിട്ട് സാധിക്കാതെ പോകുന്നു എന്നുള്ളത് എത്രയോ ഭയങ്കരമായിട്ടുള്ളതായൊരു കാര്യമാണ്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കുന്നത്, ആഡംബരത്തോടുള്ള അഭിനിവേശത്തിൽ നമ്മുടെ സുബോധം നഷ്ടപ്പെടുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടുകൂടി ഉറപ്പുവരുത്തി ജീവിക്കാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. നമ്മുടെ ഈ വിഷയത്തിലൊക്കെ ആവശ്യത്തിനുള്ളതായ ഉപദേശം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിശ്വാസിയും സമ്പത്തും എന്നുള്ളതായ പുസ്തകത്തിൽ ഇത് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ എല്ലാവരും മനഃപ്പാഠം പഠിച്ചിരുന്ന നല്ലൊരു വാക്യം അതിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണെങ്കിലും ഞാനൊന്ന് എടുത്ത് പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആ വാക്യത്തിന് പകുതിയുള്ളൂ. അത് പകുതിയാണെങ്കിലും അത് മനസ്സിൽ വെച്ചുകൊള്ളുന്നത് നന്നായിരിക്കും. മർമ്മം മഗതിയ ബാബിലോണിന്റെ പാപത്തെക്കുറിച്ചാണ് നമുക്കവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ ആ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ കരുതുകയാണ്. അവൾ തന്നെത്താൻ മഹത്വപ്പെടുത്തി പുളച്ചെടുത്തോളം അവൾക്ക് പീഡയും ദുഃഖവും കൊടുപ്പിൻ. മർമ്മം മഹദിയാം ബാബിലോണിന്റെ പാപത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് ആർക്കും പറയാമോ? 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഒരു ശക്തമായ പ്രബോധനമുണ്ട്. ആ വാക്യം വായിച്ചിട്ട് പറയാം. 4-ാം വാക്യം ഒന്ന് വായിച്ച്. 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവി. അപ്പോൾ അവിടെ വളരെ ശക്തമായ ഒരു ആഹ്വാനം ദൈവജനത്തിന് കൊടുക്കുകയാണ്. എൻ്റെ ജനമായുള്ളവരെ എന്ന് പറഞ്ഞിട്ട് അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. ബഹുദ്രവത്തെ കാര്യമായി പറയുന്നെങ്കിലും അന്നും ദൈവമക്കളായിട്ടൊരു കൂട്ടം അതിൻ്റെ നടുവിലുണ്ടല്ലോ.
അപ്പോൾ അവർക്ക് ദൈവാത്മാവ് നൽകുന്ന അതിശക്തമായ സന്ദേശമാണ് നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്. ആ സന്ദേശം ഇന്ന് ജീവിക്കുന്ന നമുക്കും വളരെ പ്രസക്തമായിട്ടുള്ളതായ സന്ദേശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ സത്യം നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഞാൻ പറഞ്ഞ 18-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. ഇംഗ്ലീഷ് അറിയാവുന്നവർ ആ വാചകം പഠിച്ചിരുന്ന നല്ലതാണ്. ഇൻ ദ മെഷർ ദാറ്റ് ഷീ glorified herself and lived luxuriously, in the same measure give her torment and sorrow. ഒത്തിരി പരസ്യങ്ങൾ കാണുന്ന ഒരു വാക്ക് അവിടെയുണ്ട്, ലക്ഷൂറിയസ്. പ്രിയപ്പെട്ടവര്, എത്രയോ പരസ്യങ്ങളിൽ ഇതേ കാലഘട്ടത്തിൽ വ്യാപകമായി കാണുന്നുണ്ട്. എന്തിനാ പരസ്യത്തിൽ അത് വയ്ക്കുന്നത്? അനേകർ കയറി കൊത്താൻ സാധ്യതയുള്ളൊരു ചൂണ്ടയാണിത് എന്നുള്ളത് കൊണ്ട് പരസ്യ കമ്പനികൾ അതൊരു മുഖാന്തരമായിട്ട് ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കർത്താവ് വിളക്ക് കത്തിച്ച് കട്ടിൽ കീഴെ വെക്കരുത് എന്ന് പറയുമ്പോൾ ഈ വലിയ സന്ദേശം തൻ്റെ ശിഷ്യന്മാർക്ക് ഒന്നാമതും പുരുഷാരത്തിന് തുടർന്നും കൈമാറുകയായിരുന്നു. അതുകൊണ്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നാം ഈ ഗൗരവമായ സന്ദേശം ഉൾക്കൊണ്ട് ആഡംബരത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ വഴുതി പോകുന്നില്ല എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ ആ ബന്ധത്തിൽ നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് തലങ്ങളിലും ഇത് വന്നു പോകാനുള്ളതായ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും ഈ വിഷയത്തിൽ സൂക്ഷിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഞാൻ അവിടെ നിന്ന് വായിച്ച 18-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു ദൂത് കൂടി കൈമാറണം എന്ന് ആഗ്രഹിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, എൻ്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ. അതുകൊണ്ട് ഈ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു വാക്യം നമ്മുടെ വിഷയബന്ധത്തിൽ എഫേസ്യ ലേഖനത്തിലുണ്ടല്ലോ. നിങ്ങൾ ഓർമ്മയിൽ വന്നോ? അത് എഫേസ്യ ലേഖനത്തിന്റെ 10-ാമത്തെ വാക്യം വെളിച്ചത്തിന്റെ ഫലം എന്താണെന്ന് പറയുന്ന വാക്യമാണ്. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. 11-ാമത്തെ വാക്യം ഓർമ്മ വരുന്നു. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്. അപ്പോ വെളിച്ചത്തിന്റെ ഫലം എന്താണെന്ന് 10-ാമത്തെ വാക്യത്തിൽ വ്യക്തമാക്കിയിട്ട് ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുതെന്നുള്ള ശക്തമായ സന്ദേശം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ നമുക്ക് നൽകുകയാണ്. കൂട്ടാളികളായാലുള്ള കുഴപ്പം എന്താ? ബാധകളിൽ കൂടി ഓഹരിക്കാരായിട്ട് തീരേണ്ടതായിട്ട് വരും. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന വേദഭാഗത്ത് ഈ സത്യം വെളിപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ദിവസങ്ങൾ വായിച്ച് നമ്മളെല്ലാവരും വായിച്ചുകൊണ്ടിരുന്നൊരു ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഒന്ന് ചേർത്ത് പറയാം എന്ന് കരുതുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കണം. വിശദീകരണം നമുക്ക് നല്ല പരിചയമുള്ള വാക്യമായതുകൊണ്ട് ഒത്തിരി വിശദീകരണം ഞാൻ പറയേണ്ടി വരികയില്ലല്ലോ. വിശദീകരണം ചില അധ്യായങ്ങളിൽ പരന്നു കിടക്കുന്ന വിശദീകരണമാണ്. ഇപ്പോൾ ഈ വാക്യം മാത്രം ഒന്ന് വായിച്ചാൽ മതി. 12 മുതൽ 14 വരെയുള്ള വാക്യം. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമിൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു ദോഷം നടന്നതെന്ത്? ഗിബെയയിലെ ആ നീചന്മാരെ ഞങ്ങൾക്കൊന്നു ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കിക്കളയേണ്ടതിന്
അവരെ ഏൽപ്പിച്ചു തരുവിൻ എന്ന് പറയിച്ചു. അപ്പോൾ അവിടെ നാം കാണുന്നൊരു കാര്യം, വളരെ ഗുരുതരമായൊരു പാപം ഇസ്രായേൽ ഗോത്രത്തിൽ സംഭവിച്ചു. അതിന്റെ ഗുരുതരാവസ്ഥയെ പറയേണ്ട ആവശ്യമില്ല. എവിടുത്തെ പാപമാണ്? സോദോം ഗൊമോറയിലെ പാപമാണ്. സോദോം ഗൊമോറയുടെ പാപം എന്ന് പറയുന്നത് എന്തോ ഒരു ഭയങ്കരമാണെന്നുള്ളതിന് വേറെ ഒരു തെളിവും വേണ്ട. ചാവുള്ള അവരുടെ കാഴ്ചയ്ക്ക് അവിടെയുണ്ട്. അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ പാപം ദൈവജനത്തിന്റെ നാട്ടിൽ സംഭവിച്ചു. അപ്പോൾ അതിന്റെ മേൽ നടപടി ബാക്കി ഇസ്രായേലിന് ആവശ്യപ്പെട്ടു. നമ്മൾ ഈ ദിവസങ്ങളിൽ വായിച്ചതുകൊണ്ട് ഞാൻ അതിന് ബാക്കി ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇസ്രായേലിനെ ഒരുമിച്ച് കൂടി ഈ നീചന്മാരെ ഏൽപ്പിച്ചു തരണം, അവരെ ശിക്ഷിക്കണം എന്നുള്ളതായ കാര്യം വളരെ കർശനമായിട്ട് വെളിപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. പക്ഷെ ഈ ഗോത്രം എന്നാ ചെയ്തത് നമുക്കറിയാം. അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചു. എന്നെ വളരെ ഭയപ്പെടുത്തിയിട്ടുള്ളൊരു ചരിത്രമാണ്. പ്രിയപ്പെട്ടവര്, ഇവരെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിന്റെ നീതി നിവർത്തിക്കേണ്ടതിനു വേണ്ടി ഉറച്ചു നിൽക്കേണ്ട ബെന്യാമീൻ ഗോത്രം ഈ നീതന്മാരുടെ കൂടെ നിന്ന് അവർക്ക് ഒത്താശ ചെയ്തു, അവരെ സംരക്ഷിച്ചു. പിന്നെ എന്താ സംഭവിച്ചെന്നുള്ളത് ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ആ ഗോത്രം പോലും അറ്റുപോകുന്ന നിലയിലേക്ക് ആ സംഭവം എത്തിച്ചേരുവാൻ ഇടയായിട്ട്. പ്രിയപ്പെട്ടവരെ, ബെന്യാമീൻ ഗോത്രത്തിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. ഇസ്രായേലിലും വലിയ ഛേദമുണ്ടാകുവാൻ ഇടയായിട്ട്. ഈ ചരിത്രത്തിലൂടെയൊക്കെ കടന്നുപോയപ്പോൾ ഓർത്തൊരു കാര്യം, പാപത്തിന്റെ കൂട്ടു നിൽക്കാനായിട്ട് ആളുകൾ തയ്യാറാകുന്നു എന്നുള്ളത്. എത്രയോ വലിയ ദുരന്തങ്ങളാണ് വിളിച്ചു വരുത്തപ്പെടുവാൻ ഇടയായിട്ട് തീരുന്നത്. പുതിയ നിയമത്തിൽ വളരെ ഗൗരവമായി പറയുന്നതായിരുന്നു സത്യം. അതുകൊണ്ട് പാപത്തോടുള്ള മുതലും ശിക്ഷണ നടപടിയെക്കുറിച്ച്, സഭയിലെ ശിക്ഷണ നടപടിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശേഷമുള്ളവർക്കും ഭയത്തിനായി ശാസിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ എത്ര ഗൗരവമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണും. ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. നമുക്ക് ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ കൂട്ടാളികളായിട്ട് തീരുന്നില്ലെന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തിക്കൊള്ളണം. നമ്മുടെ ദൈവത്തിന് നീതി വിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് വെളിപ്പാട് തന്നെ 4 പറയുകയാണ്, അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിക്കാൻ അവളെ വിട്ടുപോയി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആഡംബരത്തിലുള്ള ബന്ധത്തിലാണ് ഞാൻ ആ ഭാഗം എടുത്തു പറഞ്ഞത്. വേറെ എത്രയോ പാപങ്ങൾ, അവളുടെ പാപങ്ങൾ താഴെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ മർമ്മം പകുതിയാൻ ബാബിലോണിന്റെ പാപത്തിൽ ഈ പാപവും ദൈവത്തിന്റെ വചനത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവമായിട്ട് ഉൾക്കൊള്ളണം. അപ്പൊ ആഡംബരം ആരുടെയും കൂടെ പാപമാണ്? മർമ്മം പകുതിയാൻ ബാബിലോണിന്റെ പാപമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ തലങ്ങളിലും നമ്മൾ ഈ വഴിയിലേക്ക് വ്യതിചലിച്ചു പോകുന്നില്ല എന്നുള്ളത് അതിസൂക്ഷ്മതയോടെ ഉറപ്പാക്കി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കതിന് പ്രയാസമുള്ള ആളുകളല്ല. നമ്മുടെ ഗുരുനാഥൻ ലാളിത്യത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ഗുരുനാഥനെ പോലെ ലോകത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകൾ മറ്റാരും ഇല്ല. എന്തൊരു ലളിതമായ ജീവിതം. അതുകൊണ്ട് നമുക്ക് എന്നുള്ളതായ ചെറിയ ജീവിതം ആ ലാളിത്യത്തിൻ്റെ പാതയെ പിൻപറ്റിക്കൊണ്ട് ജയാളികളായിട്ട് ജീവിക്കുവാൻ, നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ജീവിതം കൊണ്ട് വെളിപ്പെടുത്തി സാക്ഷ്യം വഹിക്കുവാൻ സ്വതന്ത്ര ജീവിതം നമുക്ക് ഏവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. വിളക്ക് കത്തിച്ച് അത് കട്ടിൽ കീഴെ വയ്ക്കാൻ പാടില്ല. ഒരു പ്രയോഗം പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുന്നു. നാം ലോകത്തിന് വെളിച്ചമാണെന്നുള്ള വലിയ ഉൾക്കാഴ്ച സൂക്ഷിച്ച് ആ വെളിച്ചത്തിൻ്റെ സാക്ഷ്യം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ
സ്വർഗത്തിൻ്റെ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്ന് മനസ്സിലാക്കി വാഴ്ത്തണം.